ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് ഒരു എന്താ പറയുക ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു ഉലുവ ജെല്ലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ സ്കിൻ കെയറിലോട്ടായാലും അതുപോലെ തന്നെ ഹെയർ കെയറിലോട്ടായാലും ഉലുവ ജെൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ആമസോണിലും അതുപോലെ നൈക്കയിലൊക്കെ നോക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് റീസെൻ്റ്ലി നമ്മുടെ ശ്രുതി ചേച്ചി ശ്രുതി വീൽഡ് അമ്മാസ് ഹെയർ കെയറിൻ്റെ ആളുടെ വീഡിയോയിൽ ഞാൻ ഉലുവ ജെൽ ഉണ്ടാക്കുന്നത് കണ്ടു. അപ്പോൾ അതിൽ കുറച്ച് പ്രിസർവേറ്റീവ്സ് ഒക്കെ ഇടുന്നതായിട്ട് കണ്ടു. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് അതുപോലെ മീൻസ് അത് ഇൻസ്പയർ ആയിട്ട് അതിൽ നിന്നും കുറച്ച് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു അടിപൊളിയാണ് കേട്ടോ. അടിപൊളി ഉലുവ ജെല്ലാണ്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യണം, പുറത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല കേട്ടോ, കാരണം പ്രിസർവേറ്റീവ്സ് ഇല്ലല്ലോ. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് നമ്മുടെ സ്കിൻ കെയറിലും സ്കിന്നിൽ ഉലുവ എന്ന് വെച്ചാൽ നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ. ഈ ഉലുവ ജെൽ ഇടുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഒരു ഗ്ലാസ് ഗ്ലോ, കൊറിയൻ ലുക്ക്, അങ്ങനെ ഈ ജെല്ല് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആകുമ്പോൾ നിങ്ങൾ നോക്കിയാൽ അടിപൊളി തിളക്കാണ് കേട്ടോ. അതുപോലെ തന്നെ ഹെയറിലോട്ടായാലും അടിപൊളിയാണ്. നമുക്ക് ഉണ്ടാക്കി നോക്കിയാലും. അപ്പോൾ അതിനുവേണ്ടി തലേദിവസം ഞാൻ കുതിർത്ത 1 കപ്പ് ഉലുവയാണ് കേട്ടോ. 1 കപ്പ് ഉലുവ നാച്ചുറലായിട്ടുള്ള ഒരു ഇതാണല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ മൺചട്ടിയൊക്കെ ഇട്ട കേട്ടോ. ഞാൻ കുതിർത്തതിന് ശേഷമുള്ള മെഷർമെൻറ്റാണ് 1 കപ്പ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് രാവിലെയാണ് ഉണ്ടാക്കുന്നത്. 1 കപ്പ് ഉലുവയിലോട്ട് 4 കപ്പ് എൻ്റെ പൊന്നേ സൗണ്ട് പോയി 4 കപ്പ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ട് കുറുക്കി 2 കപ്പാക്കി വറ്റിക്കണം. ഞാൻ കുറുക്കി വന്നപ്പം അതൊരു 1.5 കപ്പായിട്ടുണ്ടായി. കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ 1.5 കപ്പ് അല്ലെങ്കിൽ 2 കപ്പാക്കി നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. അപ്പോൾ അത് കുറച്ച് അധികം സമയം എടുക്കുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ അത് അവിടെ ഇരുന്ന് കുറുകട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കാറുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഈ നമ്മുടെ അലോവേരയും കൂടി ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അലോവേര ഇപ്പോൾ അധികം ഇവിടെ ഇല്ല. നമ്മളത് പൊട്ടിച്ചെടുത്തില്ലെങ്കിൽ പെട്ടെന്ന് നാശമായി പോത്രേ. അപ്പോൾ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാത്ത കാരണം ഞാൻ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നാണ്ട് ഒരെണ്ണം പൊട്ടിച്ച് കൊണ്ടുവന്നത്. അപ്പോൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്കിന്ന് പീൽ ചെയ്ത് ആദ്യത്തെ ഇങ്ങനെ പീൽ ചെയ്യില്ലെങ്കിൽ ഇത്തിരി ടാസ്ക്കാണ്. ഇതവിടെ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇടയ്ക്ക് നോക്കണം, ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് പൊന്തിപ്പോവും. അപ്പോൾ അതില്ലാണ്ട് ഒന്ന് നോക്കണം. അപ്പോൾ അതവിടെ നന്നായിട്ട് ഇങ്ങനെ വെട്ടി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിൽ നിന്നും കറക്റ്റ് ഇങ്ങനെ ജെല്ലൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വരാൻ തുടങ്ങും. തന്നെ നിന്നിട്ട് അലോവേര ജെല്ലായിട്ട് വാഷ് ചെയ്തിട്ട് ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അലോവേര ജെല്ല ഇതേപോലെ ഇങ്ങനെ പതിക്കുന്ന ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രോസസ്സ് അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതിയിട്ട്. ഇതാണ് ഒന്നും കുറുകി വരേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്കിൻ എടുക്കാൻ മാത്രമേ ഇത്തിരി ടാസ്ക്കുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ വരഞ്ഞ് കൊടുത്തിട്ട് ഇങ്ങനെ വടിച്ചെടുത്താൽ പെട്ടെന്ന് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു കത്തി വെച്ചിട്ടോ, പിന്നെ ഞാൻ നാളെ റീൽസിൽ റീസെൻ്റ്ലി കണ്ടു ചീർപ്പ് വെച്ചിട്ട് ഇങ്ങനെ വരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മൾ മിക്സിയിലൊന്നും അടിക്കാണ്ട് ഇങ്ങനെ ഫ്ലഫി ഇങ്ങനെ ജ്യൂസ് പോലെ കിട്ടുന്നതായിട്ട് ഞാൻ കണ്ടു. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, പരീക്ഷിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നെക്സ്റ്റ് ഞാൻ റീസെൻ്റ്ലി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക, ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ വടിച്ച് വരഞ്ഞെടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ എല്ലാ പൾപ്പും ഇങ്ങനെ വേറെ ആയിട്ട് ഇങ്ങനെ കിട്ടും കേട്ടോ. പിന്നെ ഇത് അലോവേര ജെൽ എടുത്ത് തന്നെ അപ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ ജെൽ എടുക്കരുത് കേട്ടോ. കുറച്ച് നേരം വെള്ളത്തിൽ വെച്ചിട്ട് ഇതിൻ്റെ ഒരു യെല്ലോ ഒരു സംഭവമുണ്ട്, അത് നമുക്ക് സ്കിന്നിലായി ചൊറിയും. അപ്പോൾ ഈ അലോവേര ജെല്ലായാലും അതുപോലെ തന്നെ ഉലുവ ജെല്ലായാലും നേരിട്ട് സ്കിന്നിൽ തിളപ്പിക്കാണ്ട് കുക്ക് ചെയ്യാണ്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇറിറ്റേഷൻ ഉണ്ടാവട്ടെ. അത് ശരിക്കും തെറ്റായൊരു ധാരണ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ സ്വയം നോക്കാം. ഇപ്പോൾ നമ്മൾ ഉലുവ ജെല്ലൊക്കെ തലയിൽ നേരിട്ട് അല്ലെങ്കിൽ അലോവേര ജെല്ലൊക്കെ ജ്യൂസ് ആക്കിയിട്ട് തലയിൽ നേരിട്ട് തേച്ച് നോക്കൂ. ഹെയർ നമ്മൾ ഗ്രോത്തിന് വേണ്ടിയിട്ടാണല്ലോ ചെയ്യണം. ഇരട്ടി ഹെയർ ഫോൾ ഉണ്ടാവും. എന്നാൽ നമ്മളിതൊന്ന് കുക്ക് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനൊരു ചെറിയൊരു മിക്സിയുടെ ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ടിട്ട് ഇതൊന്ന് കറക്കിയെടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ജ്യൂസ് പോലെ ആക്കണം. കാരണം വളരെ കുറച്ചുള്ളൂ, ഒരു തണ്ട് അലോവേര മാത്രം എനിക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ജാറിലോട്ട് ഇട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് നന്നായിട്ടാണ് ജ്യൂസായിട്ട് അരിഞ്ഞ് കിട്ടിയില്ല, കാരണം ചെറിയൊരു അലോവേര തണ്ടായിരുന്നു. അപ്പോൾ ഇതാക്കിയിട്ട് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ക്ലിപ്പിൻ്റെ കട്ടായിപ്പോയി, അതൊന്ന് ഇഗ്നോർ ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങുന്ന ഈ സമയത്തോട്ട് നമുക്ക് അലോവേര ജെല്ല ഒഴിച്ചു കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ തിളപ്പിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇട്ടാലും മതി. ഇപ്പോൾ ഞാൻ ഈ സമയത്ത് ഇട്ടു കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഉലുവ നോക്കുകയാണെങ്കിൽ പൊട്ടിയിട്ട് ഇതിൽ നിന്ന് ഒരു ഉലുവ നമ്മൾ കയ്യിലെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ജെല്ല് വേറെയും ഇതിൻ്റെ തൊലി വേറെയായിട്ട് നമുക്ക് കിട്ടും. അതുപോലെ
ഇത് കുക്കായിട്ട് വറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി സമയം ഒന്ന് വറ്റാനായിട്ട് അനുവദിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര വാട്ടറി കൺസിസ്റ്റൻസി, ഇങ്ങനെ റണ്ണി കൺസിസ്റ്റൻസിയിലോട്ടാവും. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സുഖം ഉണ്ടാവില്ല. ഹെയറിലായാലും ഫേസിലായാലും ഇടുമ്പോൾ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒഴുകിപ്പോവും. അത് വേണ്ട. നമ്മുടെ പിന്നെ കഴിഞ്ഞ ദിവസം അപ്ലൈ ചെയ്ത വീഡിയോസ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാട്ടോ, കണ്ട് നോക്കാം. പിന്നെ ചാനൽ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ഉലുവ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ചൂട്ടോടെ തന്നെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ജെല്ല് ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കും. അപ്പോൾ നമുക്കങ്ങനെ കിട്ടില്ല. അപ്പോൾ ചൂട്ടോടെ തന്നെ ഞാനൊരു അരിപ്പ വെച്ചിട്ട് എൻ്റെ സ്റ്റീലിൻ്റെ അരിപ്പില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ എടുക്കുന്ന ഉരുകുമെന്ന് പേടിയുണ്ടായി. പക്ഷേ കുഴപ്പമില്ല കേട്ടോ, ഉരുകിയില്ല. ഇതൊന്ന് നമ്മൾ ചെരിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ജെല്ല് മാത്രമേ വരുള്ളൂ, വളരെ കുറച്ച് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാനിങ്ങനെ അരിപ്പയിലോട്ട് ഇടാൻ പാടില്ലായിരുന്നു. കണ്ടോ, വളരെ കുറച്ച് ജെല്ല കിട്ടിയുള്ളൂ. ഞാൻ കുറേ ഇങ്ങനെ നമ്മുടെ സിലിക്കോണിൻ്റെ സ്പാച്ചുല വെച്ചിട്ടൊക്കെ ഇങ്ങനെ പുഷ് ചെയ്ത് കുറേയൊക്കെ ഇങ്ങനെ ജെല്ല എടുത്തു കേട്ടോ. പക്ഷേ ഇത് ചൂട്ടോടെ ആയില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും കൂടെ നിങ്ങൾക്ക് ജെല്ല് കിട്ടില്ല കേട്ടോ. ഇത് നമ്മളൊരു കോട്ടൻ്റെ ഒരു ക്ലോത്ത് വെച്ചിട്ട് അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞെടുക്കില്ലേ, അങ്ങനെ എടുക്കുമ്പോഴാണ് ഇതിൽ നിന്ന് ജെല്ല് വരാം. അതെനിക്ക് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ അരിപ്പയിലൊന്ന് നേരെ തുണിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഞെക്കിയെടുക്കും. നല്ല ചൂടാണ് കേട്ടോ. നിങ്ങൾക്ക് ആവി പോണത് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, നല്ല ചൂടുണ്ട്. ഞാൻ ഒന്ന് ഞെക്കും, കയ്യിൽ പോയി വെള്ളത്തിൽ മുക്കും, അങ്ങനെയൊക്കെയായിരുന്നു ഈ ജെല്ലെടുത്ത്. കാരണം ചൂട്ടോടെ എടുക്കുമ്പോഴാണേ ഈ ജെല്ലൊക്കെ പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുള്ളൂ. കണ്ടോ, ആവി വരുന്നുണ്ട്. അപ്പോൾ ഒരു കണക്കിന് ഞാൻ ഒരുവിധം ജെല്ലെടുത്തു. ബാക്കി വരുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഈ കൊറ്റനുണ്ടല്ലോ കളയണ്ട, ഇന്ന് തന്നെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. വേറെ ദിവസത്തേക്ക് എടുത്ത് വെക്കേണ്ട. ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് ഇത്തിരി വേണമെന്നുണ്ടെങ്കിൽ നാളികേരപ്പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഇട്ട് അരച്ചെടുത്തതിന് ശേഷം അരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ കരിവേപ്പിലയുടെ പൊടിയോ അല്ലെങ്കിൽ നെല്ലിക്കയുടെ പൊടിയൊക്കെ വെച്ചിട്ട് ഹെയർ പാക്കൊക്കെ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ്, കളഞ്ഞില്ല, അങ്ങനെ യൂസ് ചെയ്തു. അപ്പോൾ ഇതേപോലെ നമ്മൾ ജെല്ല് സ്ക്വീസ് ചെയ്ത് നന്നായി നല്ല കോട്ടൻ്റെ തുണി വേണം കേട്ടോ. പോളിസ്റ്റർ മിക്സൊക്കെ ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അങ്ങനെ ജെല്ല് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം ഇങ്ങനെ നമ്മൾ എടുക്കുന്ന ഈ ജെല്ല് നമുക്ക് ഒരു 2 ആഴ്ചയൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അലോവേര ജെല്ല് തിളപ്പിക്കാത്തത് ജ്യൂസ് അടിച്ചത് ഇതിലോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ക്ലിപ്പ് ഇതിന് മിസ്സായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഓഫ് ചെയ്യണതിനും ഒരു മുന്നായിട്ട് അലോവേര ജെല്ല് ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കായിരിക്കും ബെറ്റർ. ഇപ്പം നന്നായിട്ട് ഞാൻ യൂസ് ചെയ്ത് കഴിയുമ്പോൾ കൈൻ്റെ ഉള്ള ബലം കൂടി ഓക്കെ നമുക്ക് ഇപ്പോൾ അത്യാവശ്യം ജെല്ല് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത്രയ്ക്കും ജെല്ലാണ് നമുക്ക് 1 കപ്പ് ഉലുവയിൽ നിന്ന് കിട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കണ്ടോ ഇപ്പോൾ ഇങ്ങനെ ഒരു ജെല്ലി കൺസിസ്റ്റൻസിയാണ് ഇപ്പോൾ ഉള്ളത്. ഇതൊന്ന് ചൂടാറി കഴിഞ്ഞാൽ അത് നല്ലൊരു ജെല്ലി. ഇപ്പോൾ നമ്മൾ അലോവേര ജെല്ലൊക്കെ ഇല്ലേ, മെമ്മർത്തിൻ്റെ അലോവേര ജെല്ല് കുപ്പിയിൽ വാങ്ങുന്നില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ ഞാനൊരു കണ്ടെയ്നറിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ ഇരിക്കുവാണെങ്കിൽ ഇത് നല്ല ജെല്ലി കൺസിസ്റ്റൻസി ആയിട്ട് ഞാൻ പിന്നെ ഒരു റീൽസിൽ കാണിച്ചു തരാം. ഇത് നമുക്ക് സ്കിന്നിലോട്ടായാലും നേരത്തെ പറഞ്ഞ പോലെ സ്കിന്നിൽ ഇത് ഇടുവാണെങ്കിൽ നമ്മുടെ ഫേസിൽ ഈ ജെല്ലൊന്ന് ഇത്തിരി എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി, ഒന്ന് ഡ്രൈ ആകുമ്പം നല്ലൊരു ഗ്ലോ ആണ് കേട്ടോ. ഞാൻ ഇട്ട് നോക്കിയിട്ട് എനിക്കിത് ഇത്രയ്ക്ക് ഇങ്ങനെ ഗ്ലോ ഉണ്ടാവും എന്ന് എനിക്ക് അറിയണ്ടായില്ല. നല്ല ഗ്ലോ കിട്ടി. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉലുവ നമുക്ക് അധികം വിലയില്ലാണ്ട് നമുക്ക് കിച്ചണിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ഒരു കപ്പ് എടുക്കണം എന്നൊന്നുമില്ല നിങ്ങൾക്ക്. എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നത് വരേക്കും ടിൽ ടേക്ക് കെയർ, ബൈ.